ഇന്നത്തെ ക്ലാസ്സിൽ ആധുനിക ഇന്ത്യയിലെ ഒന്നാമത്തെ ചാപ്റ്ററായ യൂറോപ്യന്മാരുടെ ആഗമനമാണ് പറയാൻ പോകുന്നത്. ഇന്നലെ വരെ നമ്മൾ മധ്യകാല ഇന്ത്യയെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അതിലെ തുടർന്ന് ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ് വേണമെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി. ഇതിൽ പറയുന്ന യൂറോപ്യന്മാർക്ക് ഇന്ത്യയിലേക്ക് പുതിയ കടൽമാർഗം കണ്ടുപിടിക്കേണ്ടി വന്നതിന് കാരണം 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത് മൂലമാണ്. പിന്നെ സമുദ്രത്തിലൂടെ ഒരു വാണിജ്യപാത കണ്ടെത്തിയതോടെ ഇന്ത്യയിലേക്കെത്തിയ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഏതെല്ലാമാണ്? പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ച് തുടങ്ങിയവയാണ്. പിന്നെ പോർച്ചുഗീസുകാരാണ് അടുത്തതായിട്ട്. പോർച്ചുഗലിൽ നിന്ന് കച്ചവടത്തിനെത്തിയ വാസ്കോ ഡ ഗാമയും സംഘവും ആദ്യമായി വന്നിറങ്ങിയത് എവിടെയാണ്? കോഴിക്കോടിനടുത്തുള്ള കാപ്പാടിലാണ്. പിന്നെ അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരി വാസ്കോ ഡ ഗാമയ്ക്ക് കച്ചവട സൗകര്യം നൽകിയില്ല. അതിനാൽ അദ്ദേഹം കണ്ണൂരിലെത്തുകയും അവിടെ നിന്ന് ആവശ്യമായ വിഭവങ്ങൾ ശേഖരിച്ച് പോർച്ചുഗലിലേക്ക് മടങ്ങുകയും ചെയ്തു. വാസ്കോ ഡ ഗാമയുടെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടിയോളം ലാഭമാണ് ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോയ വിഭവങ്ങൾ വിറ്റഴിക്കുക വഴി ലഭിച്ചത്. പിന്നെ വാസ്കോ ഡ ഗാമയെ തുടർന്ന് വാണിജ്യത്തിനെത്തിയ പോർച്ചുഗീസുകാരാണ് അൽമൈഡ, അൽബുക്കർക്ക് തുടങ്ങിയവരാണ്. പിന്നെ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഗോവ, ദാമൻ, ദിയു തുടങ്ങിയവയാണ്. പിന്നെ പോർച്ചുഗീസുകാർ കേരളത്തിൽ നിർമ്മിച്ച പ്രധാന കോട്ടകൾ കോട്ടപ്പുറം കോട്ട, സെൻറ്റ് ആഞ്ചലോ കോട്ട തുടങ്ങിയവയാണ്. പോർച്ചുഗീസുകാർ അറിയപ്പെട്ടിരുന്നത് പാങ്കികൾ എന്ന പേരിലാണ്. പോർച്ചുഗീസുകാർ പ്രചരിപ്പിച്ച കാർഷിക വിളകളാണ് പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില തുടങ്ങിയവയാണ്. ഇന്ത്യയിലെ ആദ്യമായി അച്ചടിയന്ത്രം പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസ് ബന്ധത്തിൻ്റെ ഫലമായി വികാസം പ്രാപിച്ച കച്ചവട രൂപമാണ് ചവിട്ടുനാടകം. അടുത്തായിട്ട് ഇന്ത്യയിൽ കൂടുതൽ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ പോർച്ചുഗീസുകാർക്ക് കഴിയാത്തതിന് കാരണമാണ് മറ്റു യൂറോപ്യൻ ശക്തികളുമായി മത്സരിക്കാനുള്ള സാമ്പത്തികവും സൈനികവുമായ ശേഷി അവർക്കുണ്ടായിരുന്നില്ല. പ്രാദേശികമായ ചെറുത്തുനിൽപ്പുകൾ നേരിടേണ്ടി വന്നു. പിന്നെ മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം നൽകിയത് കുഞ്ഞാലി മരക്കാറാണ്. സാമൂതിരിയുടെ നാവിക തലവന്മാർ ആയിരുന്നത് കുഞ്ഞാലി മരക്കാറാണ്. പിന്നെ അടുത്തായിട്ട് ഡച്ചുകാരെ പറ്റിയിട്ടാണ്. കച്ചവടത്തിനായി യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലെത്തിയ മറ്റൊരു വിഭാഗക്കാരാണ് ഡച്ചുകാർ. പിന്നെ ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ കൊച്ചി, കൊല്ലം എന്നിവിടങ്ങളിലാണ്. നമ്മുടെ നാട്ടിലെ ഔഷധ സസ്യങ്ങളെ പറ്റി പരാമർശിക്കുന്ന ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന പുസ്തകമാണ്. ഇത് തയ്യാറാക്കാൻ മുൻകൈ എടുത്ത ഡച്ച് ഗവർണർ വാൻഡീഡാണ്. പിന്നെ ഹോർത്തൂസ് മലബാറിക്കസ് ചൈനയിൽ സഹായിച്ച മലയാളി വൈദ്യൻ ഇ.ടി. അച്യുതൻ വൈദ്യരാണ്. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ ഇ.ടി. അച്യുതനെ സഹായിച്ചവർ ബ്രാഹ്മണരായ രംഗഭട്ട്, അപ്പുഭട്ട്, വിനായികഭട്ട് തുടങ്ങിയവരാണ്. പിന്നെ ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത് ആംസ്റ്റർഡാമിൽ നിന്നാണ്. പിന്നെ ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ മലയാള പരിഭാഷ നടത്തിയ സർവകലാശാല പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നെ ഡച്ചുകാർ അറിയപ്പെട്ടത് ലന്തക്കാർ എന്ന പേരിലാണ്. പിന്നെ ഇന്ത്യയിൽ ഡച്ചുകാർ അടുത്തിടെ ഇളകാൻ കാരണം ആയ യുദ്ധമാണ് കുളച്ചിൽ യുദ്ധം. പിന്നെ കുളച്ചിൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ്. പിന്നെ അടുത്തൊരു ബ്രിട്ടീഷ് ആധിപത്യത്തെ പറ്റിയിട്ടാണ്. 18-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയോടെ രാഷ്ട്രീയ ചക്രവാളത്തിൽ ഉയർന്നു വന്ന പുതിയ ശക്തിയാണ് ബ്രിട്ടീഷുകാർ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയായ എലിസബത്ത് രാജ്ഞിയിൽ നിന്നും കിഴക്കുമായി വ്യാപാരം നടത്താനുള്ള ചാർട്ടർ സ്വന്തമാക്കിയ വർഷം 1600 ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി കച്ചവടം നടത്താൻ വേണ്ടി ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകൃതമായ വർഷം 1600 1651 ഹൂഗ്ലി നദിയുടെ തീരത്ത് ആദ്യത്തെ ഇംഗ്ലീഷ് ഫാക്ടറി സ്ഥാപിതമായി. പിന്നെ അടുത്ത ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാര കേന്ദ്രങ്ങളാണ്. വാണിജ്യ ആധിപത്യത്തിനു വേണ്ടിയുള്ള മത്സരത്തിൽ വിജയിച്ച ഇംഗ്ലീഷുകാരുടെ അടുത്ത ലക്ഷ്യം എന്തായിരുന്നു? ഇന്ത്യയിൽ അധികാരം നേടുക എന്നതായിരുന്നു. പിന്നെ ഇന്ത്യയിൽ കമ്പനി ആദ്യമായി അധികാരം നേടിയത് എവിടെയാണ്? അത് ബംഗാളിലാണ്. പിന്നെ അടുത്തായിട്ട് ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ മേഖലയിൽ നിന്നും നികുതി പിരിക്കാനുള്ള അവകാശം കമ്പനിക്ക് ലഭിച്ച ഉടമ്പടിയാണ് അലഹബാദ് ഉടമ്പടി എന്ന് പറയുന്നത്. 1765 പിന്നെ ബംഗാളിൽ അധികാരം നേടാൻ കമ്പനിയെ പ്രേരിപ്പിച്ച ഘടകങ്ങളാണ് അടുത്തായിട്ട് കാർഷിക സമൃദ്ധി, കച്ചവട സൗകര്യം എന്നിവയാണ്.
പിന്നെ ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം സൂറത്തിലാണ്, ഗുജറാത്തിലാണ്. പിന്നെ ബ്രിട്ടീഷുകാരുടെ മറ്റ് വാണിജ്യ കേന്ദ്രങ്ങളാണ് മദ്രാസ്, കൽക്കത്ത, ബോംബെ തുടങ്ങിയ രാജ്യങ്ങളിലാണ്. പിന്നെ ബ്രിട്ടീഷ് ഭരണാധികാരികളാണ് അടുത്തതായിട്ട്. 1757 പ്ലാസി യുദ്ധത്തിൽ സിറാജ് ഉദ് ദൗളയ്ക്കെതിരെ കമ്പനി സൈന്യത്തെ നയിച്ചത് റോബർട്ട് ക്ലൈവ് ആണ്. പിന്നെ 1764 ബംഗാൾ ഗവർണറായിരുന്നത് റോബർട്ട് ക്ലൈവ് ആണ്. റോബർട്ട് ക്ലൈവ് ആത്മഹത്യ ചെയ്ത വർഷമാണ് അടുത്തതായിട്ട് 1774. പിന്നെ വാറൻ ഹേസ്റ്റിങ്സ് ഗവർണർ ജനറലായ വർഷം 1773 മുതൽ 1785 വരെയാണ്. പിന്നെ വാറൻ ഹേസ്റ്റിങ്സ് ബംഗാളിൽ പുതിയ നീതിന്യായ വ്യവസ്ഥ സ്ഥാപിക്കപ്പെട്ടത് 1772. പിന്നെ ഓരോ ജില്ലയിലും നിലവിൽ വന്ന സിവിൽ ക്രിമിനൽ കോടതികൾ അറിയപ്പെടുന്നത് ദൗജ്ദാരി അദാലത്ത്, ദിവാനി അദാലത്ത് എന്നീ പേരുകളിലാണ്. പിന്നെ 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ഒരു പുതിയ സുപ്രീം കോടതിയും ഒരു അപ്പീൽ കോടതിയും കൽക്കട്ടയിൽ സ്ഥാപിക്കപ്പെട്ടു. പിന്നെ വാറൻ ഹേസ്റ്റിങ്സിനെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രമേയം അവതരിപ്പിച്ച പാർലമെൻറ്റ് അംഗമാണ് എഡ്മണ്ട് ബർക്ക്. പിന്നെ നീതിന്യായ മേഖലയിൽ നിരവധി ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന ആദ്യ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. പിന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമര സമയത്ത് ബ്രിട്ടീഷ് സേനയുടെ കമാൻഡറായിരുന്നത് കോൺവാലിസ് പ്രഭുവാണ്. പിന്നെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നിലവിൽ വന്നപ്പോൾ ബംഗാൾ ഗവർണർ ജനറൽ ആയിരുന്നത് കോൺവാലിസ് പ്രഭുവാണ്. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വെല്ലസ്ലി പ്രഭുവാണ്. പിന്നെ ഹേസ്റ്റിങ്സ് പ്രഭു ഗവർണർ ജനറലായ വർഷം 1813 മുതൽ 1823 വരെയാണ്. പിന്നെ ഇന്ത്യയിൽ ആയുധ നിയമം കൈവശം വയ്ക്കാൻ ലൈസൻസ് വേണമെന്ന നിയമം നടപ്പിലാക്കിയത് ബിട്ടൻ പ്രഭുവാണ്. പ്രാദേശിക ഭാഷ പത്രനിയമം കൊണ്ടുവന്ന വൈസ്രോയിയാണ് ലിട്ടൺ പ്രഭു. ഇൽബർട്ട് ബിൽ വിവാദ സമയത്തെ വൈസ്രോയി ആയിരുന്നത് റിപ്പൺ പ്രഭുവാണ്. ബ്രിട്ടീഷുകാരുടെ വിചാരണ ചെയ്യാൻ ഇന്ത്യൻ ജഡ്ജിമാരെ അനുവദിച്ചുകൊണ്ടുള്ള നിയമം പാസാക്കിയത് ഇൽബർട്ട് ബില്ലിലാണ്. പിന്നെ 1905 ബംഗാൾ വിഭജിച്ചത് കഴ്സൺ പ്രഭുവാണ്. പിന്നെ അടുത്തതായിട്ട് ഫ്രഞ്ചുകാരെ പറ്റിയിട്ടാണ്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1664. ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ പോണ്ടിച്ചേരി, പുതുച്ചേരി എന്നറിയപ്പെടുന്നു. പിന്നെ മാഹി, കാരയ്ക്കൽ തുടങ്ങിയവയാണ് ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. പിന്നെ ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം പോണ്ടിച്ചേരിയിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത്.